ഇനിയുള്ള യാത്ര മുത്തങ്ങ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. മുത്തങ്ങ കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ യാത്രയിൽ 3 റിസോർട്ടാണ് ബുക്ക് ചെയ്തത്. രാവിലെ വൈത്തിരിയിലുള്ള ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു. അവിടെയാണ് നമ്മൾ പ്രഭാത ഭക്ഷണവും സ്വിമ്മിങ്ങും പാട്ടും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്നും നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. മുത്തങ്ങയിൽ ഉച്ചയോടാണ് എത്തുന്നതുകൊണ്ട് അവിടെ ഒരു റിസോർട്ടും ബുക്ക് ചെയ്തിട്ടുണ്ട്. ലഞ്ച് കഴിക്കാം, റെസ്റ്റ് എടുക്കാം എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മുത്തങ്ങ കാട്ടിലൂടെ യാത്രയൊക്കെ കഴിഞ്ഞ് വീണ്ടും അവിടെ വന്ന് ഒരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വൈത്തിരിയിൽ ഏതാണ്ട് രാത്രി ആകാറാകുമ്പോഴെത്തും. അവിടെ വേറൊരു റിസോർട്ടാണ് ബുക്ക് ചെയ്തത്. കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി കാഴ്ചകൾ മാത്രം. മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി മലയാളി പെണ്ണിൻ ദുഃഖാൻ വെള്ളത്തുടവ കുളിക്കാൻ പള്ളി ചോല ഒന്നൻ മീനൂക്കാൻ നാട്ടുവേല ഒന്നൻ മീനൂക്കാൻ നാട്ടുവേല മലയാളി ദുഃഖാൻ വെള്ളത്തുടവ കുളിക്കാൻ പള്ളി ചോല ഒന്നൻ മീനൂക്കാൻ നാട്ടുവേല ഒന്നൻ മീനൂക്കാൻ നാട്ടുവേല. ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ ചൂടമീരാഗപരാഗം ആകിത്തളിർത്തുമീ രോമാഞ്ചം അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റിലെത്തി. നിങ്ങളതൊന്നും മിണ്ടാത്തത് എന്തെങ്കിലും പറയും. എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട്? മുമ്പ് വയനാട്ടിലൊന്നുണ്ടോ? സംഭവം മറ്റൊന്നുമല്ല, ആനയെ കണ്ടതിൻ്റെ അമ്പരപ്പിലാണ്. ആനയ്ക്ക് ഉയരം പോരാ, കൊമ്പിന് നീളം കൂടുതൽ, ഇതെല്ലാം ചർച്ചാ വിഷയം. കണ്ടു നോക്കട്ടെ. ആന, മയിൽ, ഒട്ടകം കണ്ടതിന് ശേഷം വീണ്ടും ഹോട്ടലിൽ തിരിച്ചെത്തി. വീണ്ടും ഫുഡ് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ക്ലാസ്. പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുണ്ടാവുന്ന സംഭവമാണ് പ്രഷർ. ഈ പ്രഷർ ഗുളിക കുടിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നോർമലായിരിക്കും, ചിലപ്പോൾ കൂടി കാണിക്കും. പ്രഷർ കൊടുക്കുന്നത് പ്രഷറുള്ള ആൾക്കാർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ മാക്സിമം എല്ലാവരും ബ്ലഡ് കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെ മുത്തങ്ങയിൽ നിന്നും തിരിച്ച് വൈത്തിരി വഴി കോഴിക്കോട്ടേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. തേയിലത്തോട്ടം കണ്ടതേ ഓർമ്മയുള്ളൂ. ചാടി ഇറങ്ങി. പിന്നെ ഫോട്ടോഷൂട്ട്.
അതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു. തേയിലത്തോട്ടത്തിലേക്ക് കയറി ഏതാണ്ട് ഒരു 200-300 മീറ്ററോളം ഉയരത്തിലേക്ക്. എന്തിന്? ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം. കാണുക. ഫോട്ടോഷൂട്ടൊക്കെ അവസാനിപ്പിച്ച് ഇനി നമ്മൾ നേരെ വൈത്തിരിയിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ റിസോർട്ട്. അവിടുത്തെ കാഴ്ചകൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈ എപ്പിസോഡിൽ തീരുമെന്ന് തോന്നുന്നില്ല. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. Fight!